വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ടല്ലോ ജ്യോത്സ്യനെ പോയി കാണണമെന്നുള്ളത്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ തിരികെ റൂമിലേക്ക് പോയിട്ട് വീണ്ടും വിഷ്ണുവിൻ്റെ ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കി സങ്കടപ്പെടുന്നുണ്ട്. അതിനുശേഷം ശാലിനി ഇങ്ങനെ മേശയുടെ ഡ്രോയർ തുറക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ജീപ്പിൻ്റെ കീ അതിലിരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ശാലിനി ആ കീ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു നൈറ്റ് ഡ്രൈവിന് പോവുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ഈ ഒരു നൈറ്റ് ഡ്രൈവിൽ എനിക്ക് വിഷ്ണുവേട്ടനെ കാണാൻ സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാരദാമ്മയെ കാണുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ എനിക്ക് കണ്ടു കിട്ടും, കാണാൻ കഴിയും എന്നൊക്കെ ആ ഒരു പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ജീപ്പ് എടുത്ത് പോവുകയാണ്. അവിടെ നിന്നാണ് പോകുന്ന ആ തട്ടുകടയിലേക്കാണ്. അവിടെ എത്തുമ്പോഴാണ് നിർത്തുന്നതും അതിനുശേഷം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ശിവനെ കാണുന്ന ആ ഒരു സീനും ഈ ജോണാണെങ്കിൽ വീഡിയോയിൽ പകർത്തുന്ന ആ ഒരു സീനൊക്കെ അന്നേരമാണ്. അതിനുശേഷം ശാലിനി പിന്നീട് പിറ്റേന്ന് രാവിലെ ശാരദാമ്മയും ശാലിനിയും കൂടിയാണെങ്കിൽ ആ ഒരു ജ്യോത്സ്യനെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ഈ വിഷ്ണുവിൻ്റെ ഗ്രഹ ജാതകമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അത് അടുത്ത് ചെന്നിരുന്ന ശേഷം ഈ ജാതകം പിന്നെ ആ ജ്യോത്സ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഒരു ഉരുളിയിലെ വെള്ളത്തിലേക്ക് എന്തോ ഭസ്മം ഇട്ടാണ് ഈ ജ്യോത്സ്യനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ, ഗ്രഹനിലയൊക്കെ ഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവസാനം ഈ ജ്യോത്സ്യനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ജാതകക്കാരൻ്റെ ഭൂമിയിലെ ലക്ഷ്യം അവസാനിച്ചതായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ആകെ ഒരു വിഷമത്തിൽ. ശാരദാമ്മ ഇങ്ങനെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ടും ശാലിനി അത് വിശ്വസിക്കുന്നില്ല. അന്നേരം പറയുകയാണ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇയാൾ ഈ ഭൂമിയിലില്ല എന്നിങ്ങനെ തറപ്പിച്ച് ജ്യോത്സ്യനാണെങ്കിൽ ശാലിനിയോടും ശാരദാമ്മയോടും പറയുകയാണ്. അന്നേരം ശാലിനി ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. ശാരദാമ്മ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞാൽ ഒരു ഇരുന്ന ഇരിപ്പിൽ ഇരിക്കുന്ന അല്ലാതെ ശാരദാമ്മ എഴുന്നേൽക്കുന്നില്ല. അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ അമ്പലത്തിലെ കൽവിളക്കിൻ്റെയൊക്കെ അവിടെ ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് കണ്ണീരണിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സത്യയും പപ്പിയും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത്. പക്ഷേ അതിൽ ആ ഒരു കമ്മിങ് സൂൺ പ്രൊമോയിൽ, അതായത് ജ്യോത്സ്യം പറയുന്നത് വിഷ്ണുവിന് തിരിച്ചു വരില്ല, വിഷ്ണു മരിച്ചു, ഈ ജാതകക്കാരൻ ഭൂമിയിലില്ല എന്നാണ് ജ്യോത്സ്യം പറയുന്നത്. പക്ഷേ ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോയിൽ അവരോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സങ്കട വാർത്ത എങ്ങനെ ഈ കുരുന്നുകളോട് പറയും, എങ്ങനെ ഈ കുടുംബം സഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവസാനം പറയുന്നുണ്ട്, ഒരു ത്രില്ലിങ് എപ്പിസോഡുകൾക്കായി കാത്തിരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണു മരിച്ചു എന്നുള്ളത് അവിടെ തറപ്പിച്ച് പറയുന്നില്ല. ഇനി എന്തെങ്കിലും കൊണ്ട് വിഷ്ണു തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാകാനാണ്. അല്ലാതെ ഈ ഒരു സീരിയലിൽ ഇത്രയും നാളും പോയിട്ടൊരു ഹീറോയെ അവസാനം അവർ കൊണ്ടുവന്ന് എന്തായാലും ഇല്ലാതാക്കില്ല. അങ്ങനെയാണ് പ്രതീക്ഷ. വിഷ്ണു എന്ന കഥാപാത്രം തിരികെ വരികയായിരിക്കും ചെയ്യുന്നത്. അതെന്താണ് ഏതാണെന്നുള്ളതിനൊരു പ്രൊമോയിലും വന്നിട്ടില്ല. ഉടനെ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും വിഷ്ണു തിരിച്ചു വരില്ല എന്ന് ഉറപ്പിക്കാറായിട്ടില്ല. തിരിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് അവർ ആ ഹെഡ്ലൈൻസിലൊക്കെ പറയുന്നതിലുള്ള ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.